നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണവിലയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കുതിക്കുന്ന കഥ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5500 എന്ന മാന്ത്രിക സംഖ്യയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് $235 വർധനവ് സ്വർണ്ണത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരൊറ്റ ആഴ്ചയിൽ മാത്രം സ്വർണ്ണത്തിന് 10% വില വർദ്ധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വെള്ളി വില കോമെക്സ് സിൽവർ ഫ്യൂച്ചറിൽ 7.2% ഉയർന്ന $113 കുതിച്ചിരിക്കുന്നു. ഇന്ന് സ്പോട്ട് ഗോൾഡ് ഔൺസിന് 2% വർദ്ധിച്ച് $5511 മറികടന്നു. ഇൻട്രാഡേയിൽ 5591 എന്ന നിലവാരത്തിലേക്ക് കുതിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിപണിയിലേക്ക് വന്നാൽ ഇന്ന് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ തന്നെയാണ്. ഗ്രാമിന് ഏകദേശം 15316 എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പവൻ വില 1,22,500 രൂപയും കടന്നിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ സ്വർണ്ണവില 1 ലക്ഷം കടന്നപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. എന്നാൽ ഇന്ന് വെറും ഒരു മാസം കൊണ്ട് പവന് 1,20,000 എന്ന ലെവലിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ നടത്തിയ പ്രഖ്യാപനം തന്നെയാണ്. പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയിരിക്കുന്നു. അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ച പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. MCXൽ 24 കാരറ്റ് സ്വർണ്ണവില 10 ഗ്രാമിന് 1,67,800 എന്ന രൂപയിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ അസ്വസ്ഥതകളും ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളും ലോക സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ വില താഴേക്ക് വരുമോ? നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ പെട്ടെന്നൊരു വിലക്കുറവ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നില്ല. ഈ വർഷം അവസാനത്തോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം $6000 വരെ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പല പ്രമുഖ ബാങ്കുകളും പ്രവചിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൽ പവന് വില 1,50,000 എന്ന ലെവൽ മറികടക്കാൻ അധിക സമയം വേണ്ടിവരില്ല. അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരുന്നതും ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങളും ആഗോളതലത്തിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളുമാണ് സ്വർണ്ണവിലയെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വില കുതിച്ചുയരുന്ന ഈ സമയത്ത് നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ 10 മുതൽ 15% വരെ മാത്രം സ്വർണ്ണത്തിൽ സംരക്ഷിക്കുന്നതാണ് ഉചിതം. ഹ്രസ്വകാല ലാഭത്തിനായി സ്വർണം വാങ്ങുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം വിപണിയിൽ എപ്പോൾ വേണമെങ്കിലും ചെറിയ തോതിലുള്ള കറക്ഷൻ ഉണ്ടായേക്കാം. ഇപ്പോൾ നിക്ഷേപകർക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളിലൊന്ന് ഗോൾഡ് ETF തന്നെയാണ്. ഓഹരി വിപണിയിലെ ഡിജിറ്റലായി സ്വർണം വാങ്ങുന്ന രീതിയാണിത്. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമായ യൂണിറ്റുകളായി ഇവിടെ നിക്ഷേപിക്കാവുന്നതാണ്. പണിക്കൂലിയോ ലോക്കർ വാടകയോ ഇതിന് നൽകേണ്ടി വരുന്നില്ല. ഏറ്റവും ലാഭകരമായ മറ്റൊരു മാർഗം സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഈ ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവിന് പുറമെ വർഷം തോറും 2.5% പലിശയും നിക്ഷേപകന് ലഭിക്കുന്നുണ്ട്. കാലാവധി കഴിയുമ്പോൾ ഇതിന് ടാക്സ് ഇളവുകളും ലഭിക്കും. നാലാമത്തേത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഗോൾഡ് ETFകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണിവ. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തെ വഴി ഡിജിറ്റൽ ഗോൾഡ് തന്നെയാണ്. ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ വഴി വെറും 1 രൂപയ്ക്ക് പോലും ഇന്ന് സ്വർണം വാങ്ങാവുന്നതാണ്. ചെറിയ തുകകൾ സമ്പാദ്യമായി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം അനുയോജ്യമാണ്. അവസാനത്തേത് ഗോൾഡ് മൈനിങ് സ്റ്റോക്കുകളാണ്. സ്വർണം ഖനനം ചെയ്യുന്ന കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് വഴി സ്വർണ്ണവിലയുടെ ഗുണം ഓഹരി വിപണിയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഈ മാർഗങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുസരിച്ചായിരിക്കണം. ദീർഘകാല നിക്ഷേപത്തിന് ഗോൾഡ് ബോണ്ടുകളും എളുപ്പത്തിൽ വിൽക്കാൻ ഗോൾഡ് ETFകളുമാണ് മികച്ചത്. ഇന്ത്യയിലെ 10 മികച്ച ഫണ്ടുകൾ ഏതെല്ലാമാണെന്ന് അവയുടെ നിക്ഷേപ പ്രീതിയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കൈകാര്യ ആസ്തി 1 ലക്ഷം കോടി മറികടന്ന നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് ബീസ് ആണ് ഈ പട്ടികയിൽ ഒന്നാമൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റിയുള്ള ഫണ്ട് ഇതാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം പണമാക്കി മാറ്റാം. വിശ്വാസ്യതയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് HDFC ഗോൾഡ് ETF ആണ്. 85,000 കോടിയോളം രൂപയുടെ ആസ്തിയുമായി തൊട്ടു പിന്നാലെയാണ്. വലിയൊരു വിഭാഗം സാധാരണക്കാരുടെ നിക്ഷേപം കൈകാര്യം ചെയ്യുന്നത് SBI ഗോൾഡ് ETF ആണ്. 3-ാം സ്ഥാനത്ത് പട്ടികയിൽ നിൽക്കുന്നു. സ്വർണത്തിന് പുറമെ വെള്ളി ETFകളിലും വലിയ മുന്നേറ്റം നടത്തുന്ന ICICI Prudential ഗോൾഡ് ETFും പരിഗണിക്കാവുന്നതാണ്. സ്ഥിരമായ വളർച്ച ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് പ്രിയപ്പെട്ടതാണ് കൊട്ടക് ഗോൾഡ് ETF. ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ നൽകുന്ന ഫണ്ടുകളിലൊന്നാണ് ആദിത്യ ബിർള സൺ ലൈഫ് ഗോൾഡ് ETF. കൃത്യമായ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന് പേര് കേട്ടത് ആക്സിസ് ഗോൾഡ് ETF ആണ്. ഫണ്ടും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ടാറ്റയുടെ വിശ്വാസ്യതയും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോമുള്ള ടാറ്റ ഗോൾഡ് ETF ഫണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ചെറിയ തോതിൽ നിക്ഷേപം തുടങ്ങുന്നവർക്കാണെങ്കിൽ ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് ETF ആണ് ഏറ്റവും അനുയോജ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ ഒന്നായ UTI ഗോൾഡ് ETF അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ 10 ഫണ്ടുകളിലേക്കായി ഒഴുകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ കാണിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളെക്കാൾ ഡിജിറ്റൽ ഗോൾഡിന് ഇന്ന് സ്വീകാര്യത ഏറുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ഏത് ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുന്ന ആകെ ആസ്തിയും എക്സ്പെൻസ് റേഷ്യോ എന്നിവയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ വിദഗ്ധരുടെ നിർദ്ദേശവും തീർച്ചയായിട്ടും തേടേണ്ടതുണ്ട്.